നമ്മുടെ ഒരു വികസ്വര സാമൂഹികമായി പിന്നോക്കം നിൽക്കുന്ന വ്യവസ്ഥിതിയുടെ രാഷ്ട്രീയ ചിന്തകൾ സിനിമകളിലൂടെ നടക്കുന്നു എന്നുള്ളത് നമ്മൾ ഉറപ്പുവരുത്തിയിരുന്നു. നമുക്കങ്ങനെ നിരവധിയായിട്ടുള്ള പ്രതിഭകൾ, മാസ്റ്റേഴ്സ് നമുക്ക് ഉണ്ടായിരുന്നു. ജി അരവിന്ദൻ മുതൽ അടൂർ ഗോപാലകൃഷ്ണൻ അടക്കമുള്ള ജോൺ എബ്രഹാം വരെയുള്ള ഒരുപാട് പേര് നമുക്ക് ചൂണ്ടിക്കാണിക്കാനുണ്ട്. അപ്പോൾ സാമൂഹിക നീതിയെ പറ്റിയുള്ള നമ്മുടെ അന്വേഷണങ്ങൾ, അതുമായി ബന്ധപ്പെട്ട ചർച്ചകൾ, കാസ്റ്റ് അന്വേഷണങ്ങൾ, ഇതെല്ലാം ഈ ഘട്ടത്തിൽ നടന്നിരുന്നു എന്നുള്ളത് നമുക്ക് കാണാം. ഓരോ റെട്രോസ്പെക്റ്റീവും കാണുമ്പോൾ, ഒരിക്കൽ കൂടി നമ്മൾ ആവർത്തിച്ച് കാണുമ്പോൾ ആ കാലഘട്ടം എത്ര സംവാദാത്മകമായിരുന്നു സിനിമ എന്ന് തെളിയിക്കുകയാണ് ചെയ്യുന്നത്. നമുക്ക് നമ്മളിവിടെ ദീർഘമായി പ്രസംഗിക്കാൻ അവസരം തരുന്നില്ല എന്നുള്ളത് കൊണ്ട് വളരെ പ്രധാനപ്പെട്ട പോയിന്റുകൾ മാത്രം എടുത്തു പറഞ്ഞ് മുന്നോട്ട് പോവുകയാണ്. ഏതായാലും നമ്മളെ സംബന്ധിച്ചിടത്തോളം ഫിലിം സൊസൈറ്റികൾ പുനരുജ്ജീവിപ്പിക്കേണ്ടതുണ്ട് എന്ന കാര്യത്തിൽ ആർക്കും സംശയമില്ല. അതിവിശാലമായിട്ടുള്ള സിനിമാ സൊസൈറ്റിയുടെ ശൃംഖല നമുക്കുണ്ടായിരുന്നു. വലിയ നഗരങ്ങളിൽ മാത്രമല്ല, ചെറു ഗ്രാമങ്ങളിൽ പോലും നമ്മുടെ നാട്ടിൽ ഫിലിം സൊസൈറ്റികൾ ഉണ്ടായിരുന്നു. അവിടെയാണ് നമ്മൾ അന്യഭാഷാ സിനിമകൾ കണ്ടിട്ടുള്ളത്, ലോക സിനിമകൾ നമ്മൾ കണ്ടിട്ടുള്ളത്. അതിലൂടെയാണ് നമ്മുടെ ഇപ്പോഴത്തേതും അല്ലെങ്കിൽ ഒരു തലമുറ മുമ്പുള്ളതുമായിട്ടുള്ള സംവിധായകരും ചലച്ചിത്ര നിർമ്മാതാക്കളും ഉണ്ടായിട്ടുള്ളത് എന്നുള്ളതാണ്. പിന്നീട് ഫിലിം സൊസൈറ്റികൾ തന്നെ യഥാർത്ഥത്തിൽ നിർമ്മാതാക്കളായി മാറുന്ന അപൂർവമായിട്ടുള്ള പ്രത്യേകതയും മലയാള സിനിമയ്ക്ക് മാത്രം സ്വന്തമാണ്. ഇപ്പം അത് എവിടെ പോയി എന്നുള്ള അന്വേഷണത്തിലാണ് നമ്മൾ. പക്ഷേ ഒരുപാട് കാര്യങ്ങൾ ഇതിനിടെ സംഭവിച്ചിട്ടുണ്ട്. ടെക്നോളജിയുടെ വളർച്ച, അന്യഭാഷാ സിനിമകൾ, പ്രത്യേകിച്ച് ലോക സിനിമകൾ നമുക്ക് പെട്ടെന്ന് ആക്സസ് ചെയ്യാൻ കഴിയുന്ന ഒരു അവസ്ഥ OTT-യിലൂടെയും അല്ലെങ്കിൽ ഇൻ്റർനെറ്റ് യുഗത്തിൽ അത് എളുപ്പത്തിൽ സാധ്യമാകുന്നു എന്നുള്ളതാണ് നമുക്ക് കാണാൻ സാധിക്കുന്നത്. അപ്പോൾ നമ്മളെ സംബന്ധിച്ചിടത്തോളം ഇനിയിപ്പോൾ ആ ഫിലിം സൊസൈറ്റികൾ കൂടുതൽ അല്ലെങ്കിൽ കാലോചിതമായി പരിഷ്കരിച്ച് നമ്മുടെ നാട്ടിലേക്ക് തിരികെ കൊണ്ടുവരികയും ഒരു സംവാദാത്മകമായിട്ടുള്ളൊരു അന്തരീക്ഷം ചലച്ചിത്ര വിദ്യാഭ്യാസ രംഗത്ത് നമ്മൾ ഒരുക്കേണ്ടതുണ്ട് എന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ട പോയിന്റ്. അപ്പോൾ നമ്മളെ സംബന്ധിച്ചിടത്തോളം എല്ലാത്തിനും സർക്കാർ എന്ന് പറയുന്ന ചിന്ത ഒരുപക്ഷെ പ്രായോഗികമായിരിക്കില്ല. പക്ഷെ സർക്കാർ എന്ന് പറയുമ്പോൾ കേന്ദ്ര സർക്കാർ, സംസ്ഥാന സർക്കാർ എന്നതിനപ്പുറത്തേക്ക് പഞ്ചായത്തുകൾ, മുനിസിപ്പാലിറ്റികൾ, കോർപ്പറേഷനുകൾ എല്ലാ തലങ്ങളിലും യഥാർത്ഥത്തിൽ സിനിമാ വിദ്യാഭ്യാസത്തിന് ഉദാഹരണത്തിന് നമുക്കറിയാം, ലൈബ്രറി കൗൺസിലിന് മുനിസിപ്പാലിറ്റികൾ ഫണ്ട് പിരിക്കുന്നുണ്ട്, സെസ്സുകൾ പിരിക്കുന്നുണ്ട്. ഈ നിലയിൽ നമുക്ക് സെസ്സുകൾ പിരിക്കാനും അത് ചലച്ചിത്ര അല്ലെങ്കിൽ ഫിലിം സൊസൈറ്റികൾക്ക് എത്തിച്ചു കൊടുക്കാൻ സാധിക്കുകയും ചെയ്താൽ കുറെ കൂടി ഗുണകരമായിട്ടുള്ള മാറ്റം ഉണ്ടാകും, കുറെ കൂടി സംവാദാത്മകമായിട്ടുള്ള സിനിമാ അന്തരീക്ഷം നമുക്ക് നാട്ടിലുണ്ടാക്കാൻ കഴിയും എന്ന് പ്രതീക്ഷിക്കുകയാണ്. ഇത് വെറും ഒരു ഫിലിം സൊസൈറ്റികളിൽ മാത്രമായിട്ടോ അല്ലെങ്കിൽ മുതിർന്ന ആൾക്കാരിൽ മാത്രമായി വരേണ്ട കാര്യമല്ല. ഡോക്ടർ ജയകുമാർ അദ്ദേഹത്തിൻ്റെ കീനോട്ട് അഡ്രസ്സിൽ പറഞ്ഞു, അദ്ദേഹം മലയാളം സർവകലാശാലയുടെ തലപ്പത്തിരിക്കുന്ന ഘട്ടത്തിൽ അദ്ദേഹത്തെ സംബന്ധിച്ചിടത്തോളം അത് സിനിമ വിദ്യാഭ്യാസം വളരെ പ്രധാനപ്പെട്ട ഒരിടമാണ് എന്ന് കണ്ടപ്പോൾ അദ്ദേഹം ചില മാറ്റങ്ങൾ വരുത്താൻ ശ്രമിച്ചു. പക്ഷേ അതിൻ്റെ ബാലാരിഷ്ടതകൾ കൊണ്ടും അതിൻ്റേതായിട്ടുള്ള പ്രായോഗികമായിട്ടുള്ള അടിസ്ഥാന സൗകര്യങ്ങളുടെ വികസനം അടക്കമുള്ള കാര്യങ്ങളിൽ പ്രായോഗികമായ തടസ്സങ്ങൾ ഉള്ളതുകൊണ്ട് അദ്ദേഹത്തിന് അത് വളരെ വേഗത്തിൽ മുന്നോട്ട് കൊണ്ടുപോകാൻ കഴിഞ്ഞിട്ടില്ല. പക്ഷേ ഒരു ചലച്ചിത്ര സ്നേഹി എന്നുള്ള നിലയിൽ, ഒരു ഭാഷാ സ്നേഹി എന്നുള്ള നിലയിൽ ഡോക്ടർ ജയകുമാർ മലയാളം സർവകലാശാലയിൽ ഒരു സിനിമാ വിദ്യാഭ്യാസത്തിന് ആവശ്യമായിട്ടുള്ള അടിസ്ഥാന സൗകര്യങ്ങൾ ഒരുക്കുന്നതിൽ വിജയിച്ചു എന്ന് ചൂണ്ടിക്കാണിക്കേണ്ടായി. ഇത് എല്ലാ സർവകലാശാലകൾക്കും എല്ലാ വിദ്യാഭ്യാസ സ്ഥാപനങ്ങൾക്കും സാധ്യമാണ്. ഇനി അഥവാ സാധ്യമല്ല എങ്കിൽ ഒരുപക്ഷെ ഒരു കൂട്ടം വിദ്യാഭ്യാസ സ്ഥാപനങ്ങൾക്ക് ഇങ്ങനെയുള്ള സംവിധാനങ്ങൾ ഏർപ്പെടുത്തുന്നത് നന്നായിരിക്കും. അതിൻ്റെ ഒരു തുടക്കം എന്നുള്ള നിലയിൽ എന്നതും ഇപ്പോൾ ഞാൻ അവസാനിപ്പിക്കും.